കല്യാണ വീട്ടിലെ നെയ്ച്ചോറ് കഴിക്കാൻ പോയാലോ? വായോ. ഞങ്ങളെല്ലാവരും കൂടി ഇതേ ഇന്നൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ. തൊമ്മും ഞാനും മമ്മിയും നാത്തൂനും ഒക്കെ ഉണ്ട്. ചെക്കൻ പെട്ടെന്ന് സോൺ ഔട്ട് ആയി പോകും കേട്ടോ. അവനിങ്ങനെ കിളി പോയിരിക്കുവാണ്. പിന്നെ ഹാളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ മുഖം ഒന്ന് തെളിഞ്ഞത്. ഞങ്ങളവിടെ ചെന്ന വഴിക്ക് ഇതേ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു, അതകത്താക്കി. പിന്നെ മോളിൽ പോയിട്ട് പെണ്ണിനെ ചെക്കനെ ഒന്ന് ദർശിച്ചു. പാട്ടൊക്കെ കേട്ടപ്പോൾ ചെറുക്കൻ കുറച്ചൊന്ന് ലൈവായി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ പോവാണ്. അവിടെ ചെന്നപ്പോഴാണ് നെയ്ച്ചോറല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു, കൂടെ നല്ല ചിക്കൻ 65 ഉണ്ടായിരുന്നു. കിട്ടിയതാവട്ടെ എന്ന് വിചാരിച്ച് ബീഫ് എന്നൊരു പീസ് എടുത്തു വെച്ച് ചിക്കനിൽ നിന്ന് ഒരു പീസ് എടുത്തു വെച്ച് പതുക്കെ സർലാസും അച്ചാറും ഒക്കെ കൂട്ടി ആ ബിരിയാണി ഞാനങ്ങ് കഴിച്ചു. ഓക്കെ, ഇറ്റ് വാസ് നൈസ്, എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് ഐസ്ക്രീം തീർന്നു പോയി എന്ന വിവരം ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ സൈഡിലൊരു കടയിൽ നിന്ന് ഒരു മാംഗോ ബാറും കുറച്ച് ഐസ്ക്രീം ഒക്കെ വാങ്ങിയാണ് വീട്ടിൽ വന്നത്. ഞങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഞങ്ങൾക്കറിയാം ഗൈസ്. അങ്ങനെ തൊമ്മൂനും എല്ലാവർക്കും കൊടുത്ത് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച് ശുഭ